ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിൻ ശ്രുതിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. പക്ഷേ ശ്രുതി വീട്ടിൽ ചെല്ലുമ്പോൾ അവർ വളരെ മോശമായിട്ടാണ് ശ്രുതിനോട് പെരുമാറുക. ശ്രുതി ഒരുപാട് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകല്ല, അവർ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രുതി നേരെ ഒരു അമ്പലത്തിലൊക്കെ ചെന്നിരിക്കുകയും അശ്വിൻ ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രുതിനെ അന്വേഷിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അശ്വിൻ ശ്രുതിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ അശ്വിന് സത്യങ്ങൾ മനസ്സിലാവാണ്ട് ശ്യാമാണ് തെറ്റുകാരൻ, ശ്രുതിയല്ല, ശ്രുതിക്ക് തന്നോടായിരുന്നു ഇഷ്ടം എന്നുള്ളൊരു കാര്യമൊക്കെ അശ്വിൻ ഇങ്ങനെ തിരിച്ചറിയാണ്. അപ്പോൾ പതുക്കെ അശ്വിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ നല്ല മാറ്റം വരും. ശ്രുതിയോടൊരു ചെറിയ അടുപ്പവും പ്രണയമൊക്കെ കാണിക്കാൻ തുടങ്ങും കേട്ടോ. ഹോളി ആഘോഷത്തിൻ്റെ അന്നാണ് അമ്മയൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രുതിയോടുള്ള പിണക്കമൊക്കെ മറക്കണത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരിങ്ങനെ കളറൊക്കെ പൂശിയാണ് കേട്ടോ, പരസ്പരം കളറൊക്കെ പൂശി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എല്ലാവരോടും ശ്രുതി മാപ്പൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവർ ഒന്നാവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ അശ്വിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ശ്രുതിനെ അവർ അംഗീകരിക്കുകയും അതുപോലെ ചെയ്ത തെറ്റ് പൊറുക്കുകയും ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിന് ശേഷം ശ്രുതി എല്ലാവരുടെ ഇങ്ങനെ മുത്തൊക്കെ കളറൊക്കെ വാരി തേക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ്റെ വേഷം കിട്ടി, ഒരു ആൺവേഷം കിട്ടി വന്നിട്ട് മുത്തശ്ശൻ്റെ രീതിയിൽ ഒരു ചെറിയൊരു ഡാൻസ് പ്രോഗ്രാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രുതി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശിക്കും ശ്രുതിയോട് ഒരുപാട് ഇഷ്ടമാവാണ്. അങ്ങനെ എല്ലാവരും തമ്മിലുള്ള ഒരു പിണക്കോ ഇതൊക്കെ മറക്കാൻ കേട്ടോ. ഒരു ഹോളി ആഘോഷത്തിനോട് കൂടിയിട്ടാണ് കേട്ടോ എല്ലാതും മറക്കണത്. ശ്യാമിന് ശ്രുതിര വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കാനായിട്ടൊരാഗ്രഹം, അതായത് എങ്ങനെയാണ് എന്ത് പറഞ്ഞിട്ടാണ് അശ്വിൻ ശ്രുതിയെ വിവാഹം കഴിച്ചതെന്ന് അറിയാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും ശ്യാം അതിൻ്റെ ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ കളറൊക്കെ തേക്കുമല്ലോ, എല്ലാവരും അങ്ങോട്ട് പരസ്പരം കളറൊക്കെ തേക്കുന്ന സമയത്ത് ശ്യാം ഒരു കാര്യം ചെയ്യാണ്. ശ്യാം ഇങ്ങനെ പറയും, ശ്യാമല്ല അഞ്ജലി പറയാണ് കേട്ടോ, എല്ലാവരും മുഖത്തും ശ്രുതി കളർ തേച്ചല്ലോ, ശ്രുതിയുടെ മുഖത്ത് മാത്രം ആരും കളർ തേച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ശരിയാണ്, എല്ലാവരുടെ മുഖത്തും കളറൊക്കെ വാരി ശ്രുതി തേച്ചിട്ടുണ്ട്, പക്ഷേ ശ്രുതിയുടെ മുഖത്ത് മാത്രം കളറൊന്നും തേച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അത് ശരിയാണ്, ശ്രുതിയുടെ മുഖത്ത് മാത്രം അങ്ങനെ കളറില്ലാണ്ടായാൽ ശരിയാവില്ല. ഇത് സമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്നുണ്ടോ, കാരണം അശ്വിൻ ഇങ്ങനെ ഹോളി ഒന്നും ആഘോഷിക്കാറില്ല, ഇതിലൊന്നും പങ്കെടുക്കാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അശ്വിനും ആരും നിർബന്ധിക്കുന്നില്ല. അങ്ങനെ ശ്രുതിയുടെ മുഖത്ത് കളർ തേക്കാൻ പോകട്ടെ. അപ്പോൾ ശ്രുതി പറയൂ വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അശ്വിനല്ല ശ്യാമ അവിടെ ദൂരെ നിന്നിട്ട് പറയുകയാണേ, അഞ്ജലി പറഞ്ഞത് ശരിയാണ്, ശ്രുതിയുടെ മുഖത്ത് മാത്രം കളറില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക, എന്തായാലും കളർ തേക്കണം എന്ന് പറഞ്ഞിട്ട് ശ്യാം ഇങ്ങനെ കളർ തേക്കാനായിട്ട് ഒരു പാത്രത്തിൽ നിറയെ ഒരു പൊടി എടുത്ത് ഇങ്ങനെ വരികയാണേ. ഇത് കാണുമ്പോൾ തന്നെ അശ്വിന് ദേഷ്യം വരികയാണ് കേട്ടോ. ശ്രുതിയുടെ കവളിൽ അശ്വിൻ ആ കളർ തേക്കാൻ പോകുന്നത് അശ്വിനല്ല ശ്യാം ആ കളർ തേക്കാൻ പോകുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അശ്വിൻ. അപ്പോൾ പതുക്കനെ അശ്വിൻ ശ്യാമ അവിടെ നിന്ന് ഇങ്ങനെ ഈ കളറും കൊണ്ട് വരുന്ന സമയത്ത് തന്നെ അശ്വിൻ വേറൊരു സൈഡിൽ കൂടെ വേഗം തന്നെ പോകാണ് കേട്ടോ. എന്നിട്ട് ശ്യാമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ശ്രുതിനൊന്നും തൊടാൻ പോകില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ കളർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കവളിൽ ഇങ്ങനെ ആക്കാൻ പോകാണ് കേട്ടോ. കവളിൽ ഇങ്ങനെ കൈ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തത്തിൽ ശ്യാമുവിന് മനസ്സിലാവും കേട്ടോ ഇത് നടക്കൂല എന്നുള്ളത്. അങ്ങനെ അശ്വിൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് ശ്യാമിനെ നോക്കുകയാണ്. ശ്രുതിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്യാം കളർ തേക്കല്ലേ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയുകയാണേ, ശ്രുതിയുടെ മുഖത്ത് കളർ ഞാൻ തേച്ചോളാം, ഞാനാണല്ലോ അവളുടെ ഭർത്താവ് എന്ന് പറയാം കേട്ടോ അശ്വിൻ ശ്യാമിനോട്. ശ്യാം ആകെ നാണം കിട്ട് പോവുകയാണ്. എന്നിട്ട് ശ്യാമിൻ്റെ കൈ ഇങ്ങനെ മാറ്റാണ് കേട്ടോ. അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് മാറ്റാണ്. അതിന് ശേഷം ഈ കളർ പാത്രത്തിൽ തന്നെ ആ ഒരു പൊടി എടുത്തിട്ട് ശ്രുതിയുടെ രണ്ട് കവളിലും അശ്വിൻ തന്നെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ശ്രുതിക്കൊരു ആശ്വാസമാവുന്നത്, ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ. അതേസമയം അത് കഴിഞ്ഞതിന് ശേഷം അശ്വിൻ പോവുകയാണ് കേട്ടോ. അപ്പം അശ്വിൻ പോകുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ശരിയാവുക, കുഞ്ഞൻ മാത്രം രക്ഷപ്പെട്ടാൽ ശരിയാവില്ലല്ലോ, ശ്രുതിയുടെ കവളിൽ നീ തേച്ചല്ലോ, അപ്പോൾ ശ്രുതി നിൻ്റെ കവളിൽ ഇങ്ങനെ കളർ ഇടട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അശ്വിൻ പറയും അതൊന്നും വേണ്ടാന്ന് പറയും കേട്ടോ. ഇല്ലില്ല, ഈ ഒരു ഹോളി ആഘോഷത്തിൽ നിന്നെയും കൂടി ഞങ്ങൾ പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് കളർ പൂശാൻ പറയട്ടെ. അങ്ങനെ ശ്രുതി വന്നിട്ട് പതുക്കനെ കളർ എടുത്തിട്ട് അശ്വിൻ്റെ മുഖത്തും തേച്ച് കൊടുക്കാൻ കേട്ടോ. അന്നത്തെ ആ ഒരു ഹോളി ആഘോഷത്തിൻ്റെ ദിവസത്തെ തന്നെയാണ് അശ്വിനും ശ്രുതിയും പരസ്പരം മനസ്സ് തുറന്നിങ്ങനെ സംസാരിക്കുന്നത്. അശ്വിനെ കാണുമ്പോൾ ശ്രുതിക്ക് ഒരു നെഞ്ചിടിപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു നെഞ്ചിടിപ്പിൻ്റെ കാര്യം ശ്രുതി അശ്വിനോട് പറയുകയാണ്, നിങ്ങൾ കാണുമ്പോൾ എനിക്ക് നെഞ്ചിടിക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആ ശ്രുതിയല്ല അശ്വിൻ പറയുന്നുണ്ട്, നിന്നെ കാണുമ്പോൾ എനിക്ക് അതേ നെഞ്ചിടിപ്പ് ഉണ്ട്, നമ്മളെ പേരുടെ നെഞ്ചിടിപ്പ് ഒന്നാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അവർ പരസ്പരം മനസ്സുകൊണ്ട് ഒന്നാവുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് അന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇനി വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.